നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട മറുനാടൻ പ്രേക്ഷകർക്കും തിരുവോണത്തിൻ്റെ ആശംസകൾ. നാളെയാണ് തിരുവോണം. പക്ഷെ നാളെ സമ്പൂർണ്ണമായി അവധിയാണ് ഞങ്ങൾ. എല്ലാ മറുനാടൻ കുടുംബാംഗങ്ങളും അവരുടെ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് സമ്പൂർണ്ണമായി ഞങ്ങൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആണ്ടിൽ 2 വർഷം മാത്രമാണ് സമ്പൂർണ്ണ അവധി, തിരുവോണത്തിനും ദുഃഖവെള്ളിക്കും. ഞാൻ പതിവ് പോലെ എരുമേലിക്ക് സമീപമുള്ള ഇടകടത്തി എന്ന എൻ്റെ ജന്മനാട്ടിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കുമൊപ്പം അവധി ആഘോഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇത്തവണത്തെ ഓണത്തിനൊരു സങ്കടമുള്ളത് എൻ്റെ അപ്പൻ്റെ 2 കണ്ണിൻ്റെയും കാഴ്ചകൾ നഷ്ടപ്പെട്ടു എന്നതാണ്. എന്ന് മാത്രമല്ല, ഓണമാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. പ്രായാധിക്യമാണ്, ഇരുട്ടിൻ്റെ ലോകത്താണ് ജീവിതം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യത്തെ അപൂർണമായ ഓണത്തിൽ ഒന്നായി ഇത് മാറും. എന്നാൽ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അവിടെയെങ്ങുമല്ല, ഇടുക്കിയിലെ പരുന്തുംപാറ എന്ന സ്ഥലത്താണ്. പരുന്തുംപാറയിലെ കാറ്റാടി എന്നു പേരുള്ള റിസോർട്ടിലാണ്. ഈ റിസോർട്ടിനെ കുറിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകർ തീർച്ചയായും കേട്ടിട്ടുണ്ടാവും. VD സതീശൻ എന്ന നേതാവ് 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നാടിനെ നയിച്ച് പിണറായിയുടെ ദുർഭരണം അവസാനിപ്പിച്ച ശേഷം മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി എത്തിയ ഒരു റിസോർട്ടിനെ കുറിച്ച് വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു. വനവാസത്തിന് പോകും, ഭരണം കിട്ടിയില്ലെങ്കിൽ എന്നായിരുന്നു VD സതീശൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സതീശൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വനത്തിലേക്ക് എത്തിയപ്പോൾ ആളുകൾ ആകാംക്ഷയോടെ വാർത്തയാക്കിയിരുന്നു. ആ റിസോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. ആ റിസോർട്ടിൻ്റെ ഉടമ ഞങ്ങളുടെയൊക്കെ പഴയകാല സുഹൃത്താണ്. ദീപികയിൽ ജോലി ചെയ്തിരുന്നു, സർക്കുലേഷനിൽ, മനോരമയിൽ ജോലി ചെയ്തിരുന്നു. TA സെബാസ്റ്റ്യൻ എന്നാണ്. ദീർഘകാലമായി അദ്ദേഹം UK ഡെയിലി ഡിലൈറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ എക്സ്പോർട്ട് പാർട്ണറായിരുന്നു അദ്ദേഹം. മറ്റ് പല ഫ്രോസൺ ഫുഡ് എക്സ്പോർട്ട് സ്ഥാപനങ്ങളുടെയും UK മറ്റ് പല രാജ്യങ്ങളിലെയും ഡീലറാണ്. ദീർഘകാലമായി അദ്ദേഹവുമായി ബന്ധമുണ്ട്. എൻ്റെ നാട്ടിലെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കൾക്കൊപ്പം ഒരു ദിവസം ചെലവഴിക്കാൻ വേണ്ടി എത്തിയതാണ്. ഇന്നലെ എത്തി. ഏറെ വൈകാതെ തന്നെ ഇന്ന് വീട്ടിലേക്ക് പോവുകയും ചെയ്യും. കാരണം ഇന്നും നാളെയും ഓണാഘോഷമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 2 വീഡിയോകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒന്ന് ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയും, രണ്ടാമത്തത് PV അൻവറിൻ്റെ ഇപ്പോഴത്തെ വിവാദത്തെക്കുറിച്ചുള്ള പ്രതികരണവുമാണ്. നമ്മുടെ മന്ത്രി OJ ജനീഷും DYFI സംസ്ഥാന പ്രസിഡന്റ് ചിന്താ ജെറോമും തമ്മിലുള്ള വിവാദമൊക്കെ വീഡിയോ ആക്കേണ്ടതാണെങ്കിലും വിട്ടുകളയുകയാണ്. വാഴക്കൊല ഡോക്ടറേറ്റുകാരിയെക്കുറിച്ച് അധികം സംസാരിക്കുന്നത് ഉചിതമല്ല എന്നതുകൊണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, നാട് മുടിപ്പിച്ച ഒരു ഭരണാധികാരിയെ വീട്ടിലിരുത്തി VD സതീശൻ എന്ന മുഖ്യമന്ത്രി നാട് ഭരിക്കാൻ ആരംഭിച്ചിട്ട് 100 ദിവസം തികഞ്ഞു എന്നതാണ്. ഈ 100 ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ VD സതീശന് ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനിക്കാം, സന്തോഷിക്കാം. അദ്ദേഹം മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിച്ച ഓരോ പൗരനും. വിജയൻ്റെ 100 ദിവസമല്ല, VD സതീശൻ്റെ 100 ദിവസം. വിജയൻ്റെ 100 ദിവസത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് അനാവശ്യമായ അവകാശവാദങ്ങളും തള്ളുകളുമായിരുന്നെങ്കിൽ VD സതീശൻ അധികം തള്ളൊന്നും നടത്തിയിട്ടില്ല. ചെയ്ത കാര്യങ്ങൾ പോലും കാര്യമായി പറഞ്ഞിട്ടില്ല. VD സതീശൻ അന്നു മുതലേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പ്രതിഫലനം നിങ്ങൾ അറിയണമെങ്കിൽ 6 മാസം വേണമെന്ന്. നമുക്ക് 6 മാസം കാത്തിരിക്കാം. പക്ഷേ 100 ദിവസം കഴിയുമ്പോൾ ആർക്കും കാര്യമായി പരാതിയില്ല. പരാജയപ്പെടുത്തി ജനം വീട്ടിലിരുത്തിയിരിക്കുന്ന CPMകാർക്കൊഴികെ. ചില വിവാദങ്ങളൊക്കെ സർക്കാരിനെ ചെറിയ തോതിൽ ബാധിച്ചു എന്നത് ശരിവയ്ക്കുമ്പോഴും സർക്കാരിൻ്റെ മേൽ ഈ ജനത്തിനുള്ള പ്രതീക്ഷയ്ക്ക് കോട്ടമൊന്നും തട്ടിയിട്ടില്ല എന്നത് പ്രതീക്ഷ നിർഭരമാണ്. ഈ 100ാം ദിവസം ആഘോഷിക്കുമ്പോൾ തന്നെ മനുഷ്യന് വലിയ സന്തോഷവും ആഹ്ലാദവുമുണ്ട്. കാരണം എല്ലാവരുടെയും വീടുകളിൽ സന്തോഷത്തിൻ്റെ ഓണം എത്തിക്കഴിഞ്ഞു. എല്ലാ മനുഷ്യരുടെയും കയ്യിൽ ഏതെങ്കിലും തരത്തിൽ പണം എത്തിക്കുകയായിരുന്നു VD സതീശൻ ആദ്യത്തെ 100 ദിവസം ശ്രദ്ധിച്ചത്. ഓണം ആഘോഷപൂർവ്വമാവണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് ക്ഷേമ പെൻഷനടക്കം സർവീസ് പെൻഷനടക്കം മുടങ്ങാതെ എത്തിച്ചു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ആളുകൾ സന്തുഷ്ടരാണ്. എല്ലാവരും ഓണം ആഘോഷിക്കുന്നത് തെരുവിൽ കാണാനുണ്ട്. മഴ പെയ്തുകൊണ്ടിരുന്നിട്ടും ജനങ്ങൾ തെരുവിലാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നമ്മുടെ കടകളിലും തെരുവുകളിലും ചന്തകളിലുമൊക്കെ വലിയ ജനത്തിരക്കാണ്. എല്ലാവരും ഓണം ആഘോഷിക്കുന്ന ഒരു തിരുവോണക്കാലം എന്നതാണ് പ്രത്യേകത. അതിന് കാരണം വളരെ കരുതലോടെ, ശ്രദ്ധയോടെ എല്ലാ കുടിശ്ശികകളും തീർത്ത് എല്ലാ മനുഷ്യരുടെയും കയ്യിൽ പണം കൊടുത്തതാണ്. മാത്രമല്ല, സപ്ലൈകോയിലും മാവേലി സ്റ്റോറിലും മറ്റ് സർക്കാർ സംവിധാനങ്ങളിലും, അതായത് സബ്സിഡി സാധനങ്ങൾ വിൽക്കുന്ന എല്ലായിടത്തും ആവശ്യത്തിലധികം സാധനങ്ങളുണ്ട് എന്ന് ഉറപ്പാക്കി. അതുകൊണ്ട് തന്നെ ഓണം ആഘോഷത്തിൻ്റെതാണ്. പരാതി പറയുന്നത് സൈബർ ഇടത്തിലെ ചില സഖാക്കളും CPM നേതാക്കളുമാണ്. സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും ഇങ്ങനെ പരാതിപ്പെട്ട് ചീത്തവിളി കേൾക്കരുത് എന്ന് പറയുന്നു. പറയാൻ ഒരു കുറ്റവുമില്ലാത്തത് കൊണ്ട് വിവരക്കേടുകൾ വിളിച്ച് പറഞ്ഞ് നാണം കെടുന്നുമുണ്ട്. 5 കിലോ അരിയായിരുന്നു കഴിഞ്ഞ തവണ, ഇപ്പോൾ 4 കിലോ ആക്കി എന്ന് പറയുമ്പോൾ അന്നത്തെ ഭക്ഷ്യമന്ത്രി തന്നെ 4 കിലോ എന്ന് പറയുന്നതിന് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രയധികം പാപ്പരായ വാദങ്ങളുമായി ഇടതുപക്ഷം നിറഞ്ഞു നിൽക്കുമ്പോൾ അവർക്ക് ഒരു തരത്തിലും ജനഹൃദയത്തിലേക്ക് കടന്നു കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഓണം ആഘോഷകരമാക്കി എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഈ ഒരു തെളിമ, ഈ ഒരു പ്രതീക്ഷ അത് നിലനിൽക്കും എന്നും പ്രതീക്ഷിക്കാം. രണ്ടാമത് എടുത്തു പറയേണ്ടത്, ഈ ഓണാഘോഷത്തിന് തൊട്ടു മുമ്പ് ഇവിടെ പ്രളയമുണ്ടായി എന്നതാണ്.
18 മഹാദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പ്രളയം ഇക്കുറിയുമുണ്ടായി. പക്ഷേ പ്രളയത്തെക്കുറിച്ച് നമ്മൾ വിട്ടുകളഞ്ഞു. കാരണം അത്ര വളരെ മൈക്രോ മാനേജ്മെൻ്റ് ആയിരുന്നു ആ പ്രളയത്തിലെ. CPMകാർ ബഹളം വെച്ചതല്ലാതെ പ്രളയം നീണ്ടു നിൽക്കാത്ത തരത്തിൽ അതിനെ കൈകാര്യം ചെയ്തു. മരണത്തെ തടഞ്ഞു, ജലപ്രവാഹത്തെ തടഞ്ഞു, രോഗബാധയെ തടഞ്ഞു. അങ്ങനെ പ്രളയത്തെ ദിവസങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. അതേസമയം ഇടതുമുന്നണിയുടെ കാലത്തായിരുന്നെങ്കിൽ അവർക്ക് ദുരന്തങ്ങളോടാണ് താല്പര്യം. ഒരു ദുരന്തമുണ്ടായാൽ അതേ കയറി ഇങ്ങ് പിടിക്കും. ഇപ്പോൾ പിണറായി ആയിരുന്നു ഭരിച്ചിരുന്നതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഓണം ഉണ്ടാവുമായിരുന്നില്ല. കാരണം അവരിപ്പോഴും പ്രളയത്തിൻ്റെ ഹാങ് ഓവറിൽ തുടരുമായിരുന്നു. രക്ഷാപ്രവർത്തനം, വീട്ടിൽ താമസം, പുനരധിവാസം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് പണപ്പിരിവും ബഹളങ്ങളൊക്കെ ആയിട്ട് ഓണത്തിൻ്റെ പകിട്ട് അവർ കുറയ്ക്കുമായിരുന്നു. നമുക്കൊരു നെഗറ്റീവ് മൂഡ് നമ്മളിലേക്ക് മാറ്റും. പക്ഷേ ഇവരെ എന്നിട്ട് ഈ ദുരന്തത്തെ അവർ മാക്സിമം മുതലെടുക്കുമായിരുന്നു. എന്നാൽ ഇവരങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ദുരന്തം എത്രയും വേഗം മറന്നു പോകട്ടെ എന്ന നിലപാടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ദുരന്തത്തിൻ്റെ ദിനങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. ആളുകൾ പെട്ടെന്ന് ആഹ്ലാദത്തിലേക്ക് വന്നു. ഇതൊരു മാനസികാവസ്ഥയാണ്. ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തം ആഘോഷിച്ചുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായും മനുഷ്യൻ്റെ മനസ്സിൽ ദുരന്ത ഭയമുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ ആഘോഷങ്ങൾ വെട്ടിച്ചുരുക്കും. ഇതാ വളരെ പെട്ടെന്ന് തന്നെ ആ മൈക്രോ മാനേജ്മെൻറ്റിലും അത് കൈകാര്യം ചെയ്തു. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. എല്ലായിടങ്ങളിലും ഓടിയെത്തി, എല്ലാവർക്കും കൊടുക്കാൻ നഷ്ടപരിഹാരം കൊടുത്തു. ഒരു നിലവിളിയും പരാതിയും ഒരിടത്തും ഇല്ലാത്ത വിധത്തിൽ ആ പ്രളയത്തെ അതിജീവിച്ചു എന്നത് തന്നെയാണ് ഈ 100 ദിവസത്തെ നേട്ടത്തിൽ ഏറ്റവും സുപ്രധാനം. ആ പ്രളയത്തെ മുതലെടുക്കാനുള്ള ഒരു വഴിയായി, ഒരു സങ്കേതമായി കണ്ടെത്തിയില്ല എന്നതാണ് രണ്ടാമത് എടുത്തു പറയേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞത്. ഇടതുമുന്നണിയായിരുന്നു ഭരിച്ചതെങ്കിൽ നമ്മൾ ഓണം ആഘോഷിക്കുമായിരുന്നില്ല, ഇപ്പോഴും ദുരന്തത്തിൻ്റെ ഹാങ് ഓവറിലാകുമായിരുന്നു. ഈ 100 ദിവസത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി, മുഖ്യമന്ത്രി ആർക്കും കാണാം, അപ്പോയിൻമെൻറ്റ് പോലും വേണ്ട എന്നതാണ്. മുഖ്യമന്ത്രി അവിടെയുള്ള ദിവസം അന്വേഷിക്കുക. മുഖ്യമന്ത്രി ഓഫീസിലുണ്ടെങ്കിൽ അദ്ദേഹം രാവിലെ 7-8 മണി മുതൽ രാത്രി വരെ ഓഫീസിലുണ്ടാകും. ഈ സമയത്ത് നേരത്തെ ഒന്ന് അന്വേഷിച്ചേക്ക്, അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ അപ്പോയിൻമെൻ്റ് ഒന്നും വേണ്ട. ഏത് സാധാരണക്കാരനും അവിടെ എത്തി കാണാം. ആദ്യമൊക്കെ 1000-2000 പേരായിരുന്നു മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയിരുന്നത്. പിന്നീട് ഇപ്പോൾ പോലും ഒരു 200 പേരെങ്കിലും ഓരോ ദിവസവും മുഖ്യമന്ത്രിയെ കാണും, എല്ലാവരെയും കേൾക്കും, അപ്പോൾ തന്നെ പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. ഇതൊരു വലിയ മാറ്റമായി കാണും. പിണറായി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആർക്കും കാണാൻ കഴിയുമായിരുന്നില്ല. അവിടെയാണ് മുഖ്യമന്ത്രി ആർക്കും കാണാം, ഏത് സാധാരണക്കാരനും കാണാം എന്നുള്ള ഒരു നിലപാട് വന്നിരിക്കുന്നത്. അവിടെ ചെന്നാൽ അദ്ദേഹത്തിനോട് ഫോട്ടോ എടുക്കാം, അതിന് തടസ്സമില്ല, സെൽഫി എടുക്കാം, അതിനുള്ള സംവിധാനമൊക്കെ അവിടെയുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടത്. നിയന്ത്രണങ്ങളില്ലാതെ മുഖ്യമന്ത്രിയെ കാണാൻ കഴിയും എന്നത് തന്നെയാണ്. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഒരു വിഷൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് VD സതീശനുള്ള പ്രത്യേക താല്പര്യം എന്ന് പറയുന്നത് വിഷനാണ്. അദ്ദേഹം 5 വർഷത്തെ വിഷൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് പുറത്തിട്ടിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കുഴപ്പങ്ങളുടെ ഒരു ധവളപത്രത്തിനൊപ്പം ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. കൂടാതെ അദ്ദേഹം 1 വർഷത്തെ ബജറ്റ്, നികുതി പോലും വർദ്ധിപ്പിക്കാതെ ബജറ്റ് പ്രഖ്യാപിച്ച് പടിപടിയായി ഓരോ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. എടുത്തു പറയാവുന്ന മറ്റൊരു നേട്ടം, കേന്ദ്രവുമായി ഏറ്റുമുട്ടലില്ല എന്നുള്ള പ്രഖ്യാപനവും അതനുസരിച്ച് കേന്ദ്രത്തോട് പരമാവധി സഹകരിച്ചുകൊണ്ട് അവരുടെ സഹകരണത്തോടെ പദ്ധതികൾ കൊണ്ടുവരിക. ആരോപണങ്ങളില്ല, കുറ്റപ്പെടുത്തലുകളില്ല, കേന്ദ്രത്തെ വെല്ലുവിളിക്കാനില്ല. ഇതൊക്കെ രാഷ്ട്രീയമാണ്. അതിനപ്പുറത്തേക്ക് നാടിൻ്റെ വികസനം നടക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് സഹകരിക്കണം. അങ്ങനെ ആവശ്യമായ ചർച്ചകൾ നടത്തുക. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. എന്നോട് കൃഷിമന്ത്രി T. സിദ്ദിഖിനെ ഒരിക്കൽ ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അവിടെ ചെന്ന് കേന്ദ്ര കൃഷിമന്ത്രിയെ കണ്ടപ്പോൾ കേന്ദ്ര കൃഷിമന്ത്രി പറഞ്ഞത്രേ, താൻ ആ ചുമതലയേറ്റതിനു ശേഷം കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ആരെങ്കിലും ഒരു പ്രോജക്റ്റുമായി എത്തുന്നത്. അങ്ങനെ ഒരു സംഘവിരുദ്ധ നിലപാടിൻ്റെ പുറത്ത് ഈ കേരളത്തിൻ്റെ വികസനം തട്ടിത്തെറിപ്പിച്ചിരുന്ന ഒരു കേന്ദ്ര വിരുദ്ധ നിലപാടില്ല. അത് തന്നെ ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ അദാനിയുടെ സ്നേഹമുണ്ട്, മോദിയുടെ സ്നേഹമുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ സ്നേഹമുണ്ട്. അടിസ്ഥാനപരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയും. നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യം എടുക്കുക. ഈ 100 ദിവസത്തിനിടയിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായകമായി എക്സിം എന്ന് പറയുന്ന സംവിധാനത്തിന് തുടക്കമിട്ടു. വിഴിഞ്ഞത്തിൽ നിന്ന് സാധനങ്ങൾ കയറ്റി അയക്കാൻ തുടങ്ങി. അതിന് പരിപൂർണ്ണ പിന്തുണയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല വിഴിഞ്ഞം അടക്കമുള്ള തുറമുഖങ്ങളോടും കേരളത്തിലെ വിമാനത്താവളങ്ങളോടും ചേർന്നുള്ള ഇടങ്ങളെ പ്രത്യേക വ്യവസായ ഇടനാഴികകളാക്കി മാറ്റി എളുപ്പത്തിൽ നൂലാമാലകളില്ലാതെ ഭൂമി ഏറ്റെടുത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വികസനത്തിലേക്കുള്ള യാത്രയും ഇതോടൊപ്പം ആരംഭിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതാണ്ട് 10,000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഓപ്പറേഷൻ തൂഫാനിലൂടെ. ആ 10,000 അതിലധികം ആളുകൾ ജയിലിലാണ്. കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ലഹരി വല മുറിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിനങ്ങളാണ് ഈ ഓപ്പറേഷൻ തൂഫാനിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ പിണറായിയുടെ കാലത്ത് തെറ്റുകൾ തിരുത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നിരപരാധികളെ വേട്ടയാടിയതിന് പരിഹാരമുണ്ടാക്കിയിരിക്കുന്നു. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കൊടുത്തിരിക്കുന്നു. ഭാര്യയ്ക്ക് അന്വേഷണ CBI അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം എന്ന നിലയിലേക്ക് മാറ്റിയിരിക്കുന്നു. മകൾക്ക് ജോലി കൊടുത്തിരിക്കുന്നു. പിണറായിയുടെ അടിമയെപ്പോലെ നീതി തട്ടിത്തെറിപ്പിച്ച് MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ
പിണറായിയുടെ ഇരകൾക്ക് നീതി കൊടുത്തിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത് എടുത്തു പറയാൻ ഇതുപോലെ 100 ദിവസത്തിനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സിൽവർ ലൈൻ പദ്ധതി വേണ്ടെന്ന് വെച്ചു. ആശാ വർക്കർമാർക്ക്, ആയമാർക്ക്, അങ്കണവാടി ടീച്ചർമാർക്കൊക്കെ വേതനം വർദ്ധിപ്പിച്ചു. ഇങ്ങനെ എണ്ണിയാൽ തീരാത്തത്രയും കാര്യമുണ്ട്. പ്രിയദർശിനി ബസ്സിലെ സൗജന്യ യാത്ര അതും നമ്മൾ പറയേണ്ടതാണ്. പക്ഷെ അതിനൊരു ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എത്ര കാലം അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നറിയില്ല. പക്ഷേ സ്ത്രീകൾക്ക് വലിയ ഉണർവ് നൽകി, പറഞ്ഞതുപോലെ കൊടുത്തു. അതേസമയം ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് മിണ്ടുന്നില്ല. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതൊന്നും പാലിക്കുന്നില്ല. അവരുടെ ശമ്പള വർധനവില്ല, DA കുടിശ്ശികയില്ല, പെൻഷനെക്കുറിച്ചുള്ള ആശങ്കയില്ല. അത്തരം ചില ആശങ്കകൾ ബാക്കിയുണ്ട്. അത് നമ്മൾ എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. അതൊക്കെ പ്രായോഗികമാണോ എന്നുപോലും ഉള്ള ആശങ്കയും സംശയമുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യരുടെ ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ PM ശ്രീ പോലുള്ള പദ്ധതികളിൽ നിലപാട് മാറിയത്, ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട വിവാദം, ഇതൊക്കെ കല്ലുകടിയായി വരുമ്പോഴും അസാധാരണമായ തെളിമയോടെ, വിഷനോടെ VD സതീശൻ മുമ്പോട്ട് പോവുകയാണ്. 100 ദിവസം ഫലപ്രദമായിരുന്നു. അല്ല എന്ന് പിണറായി വിജയനെ പോലുള്ളവർ പറയുന്നത് വിശ്വസിക്കാൻ അവരുടെ അണികൾക്ക് പോലും കഴിയുന്നില്ല.